ബാൻഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ പരമ്പരാഗത ആരോഗ്യ സംരക്ഷണ മാർഗമാണ് കർക്കിടക ചികിത്സ. ശാരീരികവും മാനസികവുമായ ആരോഗ്യ രക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന ആയുർവേദം എന്തുകൊണ്ട് കർക്കിടക ചികിത്സയ്ക്ക് പ്രാധാന്യം നൽകുന്നുവെന്ന് നമുക്ക് നോക്കാം. എനിക്കൊപ്പം ലേഡീസ് ബാൻഡിൽ ഇന്ന് അതിഥിയായി ചേരുന്നത് കൊല്ലം കുമ്മിൽ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ സ്മിത ഗണേശാണ്. സ്വാഗതം ഡോക്ടർ ലേഡീസ് ബാൻഡിലേക്ക്. നമസ്കാരം ഡോക്ടർ. നമ്മൾ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ആയുർവേദത്തിൽ ഇത്രത്തോളം പ്രാധാന്യം കർക്കിടക ചികിത്സയ്ക്ക് കൽപ്പിക്കുന്നത്? പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലെ ബലം കുറയുന്ന ഒരു സാഹചര്യമാണ് കർക്കിടകം എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് ആയുർവേദത്തിൽ നമ്മൾ 6 ഋതുക്കളെക്കുറിച്ച് പറയുന്നുണ്ട്. 2 മാസം ചേരുന്നതാണ് ഒരു ഋതു എന്ന് പറയുന്നത്. ഈ ഋതുക്കളിൽ ഓരോ ഋതുക്കളിലും നമ്മൾ എന്തൊക്കെ ആഹാരം കഴിക്കണം, എത്ര സമയം ഉറങ്ങണം, എത്ര സമയം എക്സസൈസ് ചെയ്യണം, എങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗമില്ലാതെ ഇരിക്കും എന്ന് വളരെ വിശദമായിട്ടും വളരെ വ്യക്തമായിട്ടും ഋതുചര്യ എന്ന പ്രകരണത്തിൽ ആയുർവേദ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ ഋതുക്കളിലും ആ ഋതുവിന് ശേഷം ശരീരശുദ്ധി വരുത്തി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ രോഗപ്രതിരോധ ശേഷിയും അതേപോലെ നമ്മുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 ഋതുക്കളുടെ ഇടയിലുള്ള ഋതുസന്ധി, അതായത് ഒരു ട്രാൻസിഷൻ പീരീഡാണ്. ആ ഒരു സമയമാണ് ഈ കർക്കിടകം എന്ന് പറയുന്നത്. അതേപോലെ കാലത്തിൻ്റെ പ്രത്യേകത വെച്ചിട്ടും നമുക്കിപ്പോൾ അറിയാം, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ നമുക്ക് അതികഠിനമായിട്ടുള്ള വേനലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു മഴക്കാലം, കേരളത്തിലെ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുന്നൊരു മഴക്കാലം കൂടെ വരുമ്പോഴത്തേക്ക് ഒട്ടനവധി രോഗങ്ങൾ അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കുറയുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. അപ്പം ആയുർവേദത്തിൽ പ്രധാനമായിട്ടും ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ട് ശരീരത്തിൽ വാത, പിത്ത, കഫം എന്ന മൂന്ന് സംഭവങ്ങളാണ് നമ്മളൊരു ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ട് പറയുന്നത്. ഈ വാതപിത്ത കഫങ്ങളുടെ ഇക്വിലിബ്രിയം, അതായത് അതിൻ്റെ ഒരു സന്തുലിതാവസ്ഥയാണ് എപ്പോഴും നമുക്ക് ആരോഗ്യം എന്ന ഒരു കണ്ടീഷനിലേക്ക് പറയുക. ഈ വാതപിത്ത കഫങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് രോഗങ്ങളിലേക്ക് നയിക്കുക. നമുക്ക് സാധാരണ ഇപ്പോൾ ഒരു കർക്കിടക മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അറിയാം, പൊതുവേ വേദനകളുള്ളവർക്ക് അല്ലെങ്കിൽ ജോയിൻറ്റുകൾക്കൊക്കെ വേദനകൾ ഉള്ളവർക്കാണെങ്കിൽ ഒരു വേദനകളൊക്കെ കൂടുന്ന ഒരു സാഹചര്യം പൊതുവേ കാണാറുണ്ട് ഈ കർക്കിടക മാസമാകുമ്പോൾ. അതേപോലെ പിത്തം എന്ന ദോഷത്തിൻ്റെ വികലാവസ്ഥ ഉണ്ടാകുന്നത് കൊണ്ട് പലപ്പോഴും നമുക്ക് ദഹന വ്യവസ്ഥയെക്കുറിച്ച് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. നമുക്ക് വിശപ്പില്ലായ്മ അനുഭവപ്പെടാറുണ്ട്. അതേപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരം പ്രോപ്പറായിട്ട് ദഹിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് വരും. പിന്നെ അതേപോലെ നമുക്കിപ്പം ആസ്മാറ്റിക് കണ്ടീഷനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു സമയത്ത് അത് വളരെയധികം അഗ്രവേറ്റ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ 3 ദോഷങ്ങളുടെ ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ടുള്ള വാതപിത്ത കഫങ്ങളുടെ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്നു എന്നതിനൊരു തെളിവാണ് ഈ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് അഗ്രവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ബലം കുറഞ്ഞ് ഒരു രോഗം പിടിപെടാനുള്ള സാധ്യതകൾ കൂടുതലുള്ള ഒരു സമയമായതുകൊണ്ടാണ് കർക്കിടക ചികിത്സ അല്ലെങ്കിൽ കർക്കിടകത്തിന് ആയുർവേദം ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്. ഡോക്ടർ, ഇപ്പോൾ ഈ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് പൊതുവേ ഒരു പാക്കേജ് പോലെയാണല്ലോ. അതിൽ പലവിധ ട്രീറ്റ്മെൻറ്റുകൾ ഇൻക്ലൂഡഡ് ആവുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ചികിത്സാ രീതികൾ? പ്രധാനമായിട്ടും നമുക്ക് ആയുർവേദത്തിൽ കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പഞ്ചകർമ്മ ചികിത്സ, അല്ലെങ്കിൽ കർക്കിടകത്തിൽ ചെയ്യുന്ന പഞ്ചകർമ്മ ചികിത്സയാണ് കർക്കിടക ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ നമുക്ക് ഔഷധ കഞ്ഞികളുടെ ഉപയോഗങ്ങൾ വരാറുണ്ട്. ഇപ്പം കേരളത്തിൽ തെക്ക് മുതൽ വടക്ക് ഭാഗം വരെ പല തരത്തിലുള്ള അല്ലെങ്കിൽ കഞ്ഞിയുടെ ഫോർമുലേഷൻസ് ഒക്കെ ഓരോ ഏരിയ അനുസരിച്ച് വ്യത്യസ്തപ്പെടാം. അതേപോലെ പത്തിലക്കറികളുടെയൊക്കെ ഉപയോഗം, ഇതൊക്കെ നമ്മൾ പണ്ട് കാലം തൊട്ടേ ആചരിച്ച് വരുന്ന, പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ നിലവിലുള്ള ഒരു ചികിത്സാ രീതി അല്ലെങ്കിൽ ഒരു പഥ്യ ആചരണമാണ് കർക്കിടക മാസത്തിലെ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത്. ഡോക്ടർ, ഈ പഞ്ചകർമ്മ ചികിത്സയെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ എന്താണ് ആ ചികിത്സ എന്നൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും പഞ്ചകർമ്മ ചികിത്സ എന്നതുകൊണ്ട് നമുക്ക് ആ വാക്കുകൾ, എനിക്കൊന്ന് ആയുർവേദത്തിൽ ഏറ്റവും അധികം മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ് പഞ്ചകർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചകർമ്മങ്ങൾ എന്ന് പറയുന്നത് ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ 5 കർമ്മങ്ങൾ തന്നെയാണ്. ഞാൻ നേരത്തെ ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞു. വാതപിത്ത കഫം എന്ന 3 ദോഷങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ടുണ്ട്. അപ്പം വാദം എന്ന ദോഷം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വികലമാകുന്ന വിഷീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് വേദനകൾ കൂടുതലായിട്ട് നമ്മുടെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ്, ഡിസ്കിൽ വരുന്ന സ്പോണ്ടൈലോസിസ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ നമുക്ക് വാദം എന്ന ദോഷത്തിൻ്റെ ഒരു വിശേഷം കൊണ്ടാണ്, അല്ലെങ്കിൽ വേദനകൾ എപ്പോഴും വാദവുമായി റിലേറ്റ് ചെയ്താണ്. അപ്പോൾ ചികിത്സ ശരിക്കും 2 തരത്തിലാണ്. ശമന ചികിത്സയുമുണ്ട്, അതേപോലെ തന്നെ ശോധന ചികിത്സയുമുണ്ട്. അപ്പോൾ നമ്മൾ രോഗം പിരിപ്പെടുന്നു, അപ്പോൾ വാദമെന്ന ദോഷം വിഷീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മരുന്ന് കൊടുത്ത് ശമിപ്പിക്കാൻ പറ്റുന്ന ഒരു
അവസ്ഥയിലാണെങ്കിൽ നമ്മൾ ആദ്യം ശമന ചികിത്സകൾ തന്നെയാണ് ഓപ്റ്റ് ചെയ്യുന്നത്. അതിലും ക്രമാതീതമായി ദോഷം വർദ്ധിച്ചിരിക്കുമ്പോൾ നമ്മൾ ശോധന ചികിത്സകളിലേക്ക് പോകുന്നു. അപ്പം വാദം എന്ന ദോഷത്തിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് പുറത്തേക്ക് കളയാനുള്ള ഒരു മാർഗ്ഗമാണ് വസ്തി എന്ന ഒരു ചികിത്സാ രീതി. അത് തന്നെ നമ്മൾ മെഡിസിൻസ് നമ്മൾ ഏനൽ മാർഗേണ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് വസ്തി എന്ന ചികിത്സാക്രമം. അത് തന്നെ 2 തരത്തിലുണ്ട്. നമ്മൾ എണ്ണ ഉപയോഗിച്ച് ചെയ്യുന്ന മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിൽസ് നമ്മൾ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന അനുവാസന വസ്തിയുണ്ട്. അതേപോലെ കഷായവും മറ്റ് കുറച്ച് ദ്രവ്യങ്ങൾ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു കൊളോയിഡൽ ഫോമിലാക്കി ചെയ്യുന്ന ആസ്ഥാപന വസ്തിയുണ്ട്. പിന്നെ ഈ പിത്തം എന്ന ദോഷം, അത് പഞ്ചകർമ്മത്തിലെ ഒരു ശോധന പ്രക്രിയയാണ് വസ്തി എന്ന് പറഞ്ഞത്. അതേപോലെ പിത്തം എന്ന ദോഷം നമ്മൾ വികലമായിരിക്കുമ്പോൾ കൂടുതലായിട്ടും സ്കിൻ ഡിസീസസ് ഒക്കെ പിത്തവുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അതേപോലെ നമ്മുടെ ദഹന വ്യവസ്ഥ, അസിഡിറ്റി പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്താണ്. അപ്പോൾ ഈ ഒരു ദോഷം വർദ്ധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മരുന്ന് കൊടുത്ത് വയറിളക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് വിരേചനം എന്ന് പറയുന്നത്. അതും ഒരു പഞ്ചകർമ്മങ്ങളിൽ വരുന്ന ഒരു ശോധന പ്രക്രിയയാണ്. അതേപോലെ നമ്മൾ വാദം, കഫം എന്ന ദോഷം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ സോറിയാസിസ് പോലുള്ള ക്രോണിക് ആയിട്ടുണ്ടാകുന്ന സ്കിൻ ഡിസീസസ് അല്ലെങ്കിൽ സൈനസ് അല്ലാതെ ഉണ്ടാകുന്ന കഫത്തിൻ്റെ റെസ്പിറേറ്ററി ആയിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന കണ്ടീഷൻസിലൊക്കെ നമ്മൾ ദോഷത്തിനെ, കഫം എന്ന ദോഷത്തിനെ പുറത്തേക്ക് കളയാനായിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന, വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യും, വമനം എന്നൊരു ചികിത്സാ രീതി, മരുന്ന് കൊടുത്ത് ഛർദ്ദിപ്പിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. അതേപോലെ കഴുത്തിന് മുകളിലേക്ക് വരുന്ന രോഗങ്ങളിൽ ഇപ്പം സർവൈക്കൽ സ്പോണ്ടൈലോസിസ് പോലുള്ള കണ്ടീഷൻസ് ആണെങ്കിലും അതെ, അതുപോലെ മൈഗ്രെയിൻ, സൈനസൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിലൊക്കെ നമ്മൾ നസ്യം, മൂക്കിലൂടെ മരുന്നൊഴിച്ച് ദോഷത്തിനെ സ്രവിപ്പിച്ച് വായിലൂടെ പുറത്തേക്ക് കളയുന്ന ഒരു ചികിത്സാ രീതിയാണ് നസ്യം എന്ന് പറയുന്നത്. പിന്നെ രക്തമോക്ഷം എന്നൊരു ചികിത്സാ രീതി കൂടിയുണ്ട്. അതാണ് 5 ശോധനങ്ങൾ. അത് ശരീരത്തിൽ രക്തദുഷ്ടി ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഈ രോഗകാരണങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ രക്തം ദുഷിച്ചിരിക്കുന്ന ഭാഗത്ത് രക്തത്തിനെ സ്രവിപ്പിച്ച് പുറത്തേക്ക് കളയുന്ന രക്തമോക്ഷം, ഈ 5 കർമ്മങ്ങളാണ് ശരിക്കും പഞ്ചകർമ്മങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് എപ്പോഴും അറിയാം, അല്ലെങ്കിൽ പഞ്ചകർമ്മ എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് എണ്ണയിട്ട് ഒഴിച്ച് തടവുന്ന പിഴിച്ചിൽ പോലെയുള്ള ചികിത്സ അല്ലെങ്കിൽ കിഴികളൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ആദ്യം വരുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു രോഗി നമ്മുടെ മുന്നിൽ എത്തുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ശോധന ചികിത്സയൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതിനായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിനെ പ്രിപ്പയർ ചെയ്ത് എത്തേണ്ടതായിട്ടുണ്ട്. അതിൽ നമ്മൾ പ്രധാനമായിട്ട് ഇപ്പം പേഷ്യൻസ് പൊതുവേ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ കൂടുതലും ഇപ്പോൾ വേദനകളുമായിട്ട് റിലേറ്റ് ചെയ്താണെങ്കിൽ നീർക്കെട്ട് ശരീരത്തിൽ നീരോടുകൂടി ആയിരിക്കാം മിക്കവാറും രോഗികൾ ഒരു രോഗം പ്രസൻറ്റ് ചെയ്യുന്നത്, വേദനകൾ സംബന്ധിച്ചിട്ടുള്ള രോഗങ്ങളാവുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ ദീപനപാചനങ്ങൾ, അതായത് അവരുടെ ദഹന വ്യവസ്ഥ ആദ്യം കറക്റ്റ് ചെയ്താണ് നമ്മൾ ചികിത്സയിലേക്ക് കടക്കുക. അപ്പോൾ അതിന് വൈശ്വാനരം അല്ലെങ്കിൽ ഹിംഗുവജാതി, അഷ്ടചൂർണം, പഞ്ചകോലം പോലെയുള്ള മരുന്നുകൾ നമ്മൾ ഉള്ളിലേക്ക് കൊടുത്ത്, ദീപനപാചനങ്ങളായിട്ടുള്ള മരുന്നുകൾ കൊടുത്ത് ദഹന വ്യവസ്ഥ കറക്റ്റ് ചെയ്ത് അതിനുശേഷം ആദ്യം തന്നെ നമുക്കൊരു എണ്ണയിട്ട് തടവുന്ന ചികിത്സാക്രമങ്ങളിലേക്കൊക്കെ പോകുന്നത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് നയിക്കാറുണ്ട്. അപ്പോൾ നീർക്കെട്ട് പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് നമുക്ക് ലേപനങ്ങൾ, ഇപ്പം നാഗരാതി അല്ലെങ്കിൽ ജടാമയാതി പോലെയുള്ള ലേപങ്ങൾ നമ്മൾ പുറമേ പുരട്ടുകയും, അതേപോലെ നമ്മൾ രൂക്ഷസ്വേദങ്ങൾ, പൊടിക്കിഴികളുണ്ട്, ഇപ്പം കൊട്ടൻ ചുക്കാതി, കൊലകുലത്താതി പോലെയുള്ള ചൂർണങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കിഴികൾ ചെയ്യുന്നു, അല്ല ധാന്യാമ്ലം ഉപയോഗിച്ച് ധാരകൾ ചെയ്യുന്നു, ദശമൂല കഷായം ഉപയോഗിച്ച് ധാര ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള രൂക്ഷണം വരുത്തുന്ന അല്ലെങ്കിൽ നീർക്കെട്ട് പൂർണ്ണമായിട്ട് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ എണ്ണയിട്ട് തടവുന്ന ചികിത്സാ രീതികളിലേക്ക് വരിക. അപ്പോൾ എണ്ണയിട്ട് തടവുമ്പോൾ തന്നെ അതും എല്ലാം ആയുർവേദം ശരിക്കും വ്യക്തി ഓറിയൻറ്റഡ് ആണ്. ഓരോ ചികിത്സകളും നമ്മൾ ഒരു പേഷ്യൻറ്റിനെയും അതേപോലെ രോഗത്തിനെയും ഡിപ്പെൻഡ് ചെയ്താണ്. ഇപ്പോൾ ഒരാൾക്ക് ഉപയോഗിക്കുന്ന എണ്ണ തന്നെ ആയിരിക്കത്തില്ല നമ്മൾ മറ്റൊരാൾക്ക് ഉപയോഗിക്കുക. ഇപ്പം നീറ്റിൽ അല്ലെങ്കിൽ പുകച്ചിലൊക്കെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ കൂടുതലും പിണ്ടതൈലം പോലെയുള്ള കുറച്ചും കൂടെ ശീതവീര്യമായിട്ടുള്ള തൈലങ്ങളായിരിക്കും ഉപയോഗിക്കുക. അത് തന്നെ ആയിരിക്കണം എന്നില്ല അടുത്ത ഒരു പെരുപ്പ് പറഞ്ഞൊരു പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാം ചികിത്സ ശരിക്കും വ്യക്തി ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ അതുപോലെ അഭ്യംഗം എന്ന് പറയുന്ന ചികിത്സ, സ്നേഹസ്വേദ പ്രൊസീജിയേഴ്സാണ് നമ്മൾ ഈ നീർക്കെട്ട് മാറിയതിന് ശേഷമാണ് എണ്ണയിട്ട് തടവുന്ന ചികിത്സകളിലേക്ക് വരിക. അതും കിഴികൾ എല്ലാവർക്കും വളരെ പരിചിതമായിരിക്കാം. കിഴികൾ എന്ന വാക്കുകൾ, കിഴി തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സാഗരം പോലെയാണ്. വളരെയധികം വൈഡ് റേഞ്ച് ഓഫ് സെലക്ഷനുള്ള ഒരു ഏരിയയാണ് കിഴികളെന്ന് പറയുന്നത്. നീലക്കിഴികളുണ്ട്, അതേപോലെ നാരങ്ങ ഉപയോഗിച്ച് ചെയ്യുന്ന കിഴികളുണ്ട്, ഞവര ഉപയോഗിച്ച് ചെയ്യുന്ന ഞവരക്കിഴികളുണ്ട്, മുട്ടക്കിഴികളുണ്ട്. അതൊക്കെ എല്ലാം പേഷ്യൻ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ കിഴികളും ചെയ്ത് അല്ലെങ്കിൽ പിഴിച്ചിലും ഒക്കെ ചെയ്ത് നമ്മുടെ ശരീരത്തിനെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആണ് ഒരു പഞ്ചശോധന ചികിത്സയിൽ ഏതെങ്കിലും ഒരു ചികിത്സാക്രമം കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡോക്ടർ, നമുക്ക് ഈ പൊതുവെ ഉണ്ടാകുന്ന ഒരു സംശയമാണ്, അതായത് താനിപ്പോൾ പൂർണ്ണമായും ആരോഗ്യവാനാണ്, ഈ പറയുന്ന വേദനകളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ചികിത്സ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്.
അത് തീർച്ചയായിട്ടും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആയുർവേദത്തിൻ്റെ ഒരു ഈ കർക്കിടക ചികിത്സ ശരിക്കും ഒരു ക്യൂറേറ്റീവ് ചികിത്സയല്ല, ഒരു റീജുവിനേറ്റീവ് അല്ലെങ്കിൽ ഒരു പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയായിട്ടാണ് ആയുർവേദം കാണുന്നത്. മറ്റ് രോഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ കൂടി അല്ലേ? നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കാനും നമ്മുടെ ഒരു നോർമൽസി അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ആയിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്ന ഒരു ചികിത്സാക്രമമാണ് ശരിക്കും കർക്കിടകത്തിൽ ഉദ്ദേശിക്കുന്ന പഞ്ചകർമ്മ ചികിത്സകൾ. അപ്പം നമുക്ക് എല്ലാ വർഷവും ഇതിങ്ങനെ ശീലിച്ച് പോകുന്നത് നമ്മളുടെ ഭാവിയിലേക്കും ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഗുണപ്രദമാകും അല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മൾ അത് ഇപ്പം ഒരുപക്ഷെ എല്ലാ വർഷവും ഇപ്പം പല പേഷ്യൻസും അങ്ങനെ വന്ന് സംശയം ചോദിക്കാറുണ്ട്. ഞാൻ ഈ ഇന്ന മാസത്തിൽ ഞാൻ ഈ പ്രാവശ്യം ഞാൻ കിഴികളൊക്കെ ഇട്ടായിരുന്നു, ഇനി അടുത്ത വർഷവും ഞാനത് ചെയ്യണം. അത് തികച്ചും അങ്ങനെ ഒരു നിർബന്ധം ഒന്നും തന്നെയില്ല. നമ്മുടെ രോഗത്തിൻ്റെ അവസ്ഥയനുസരിച്ച് ഇപ്പോൾ ഒരു നോർമൽ വെൽബീയിങ് ഉള്ള ഒരാൾക്കാണെങ്കിൽ ഒരു 1-2 വർഷം കൂടുമ്പോഴെങ്കിലും വല്ലപ്പോഴും നമ്മളൊരു ശരിക്കും പറഞ്ഞ ഒരു സർവീസിംഗ് ആണ്, നമ്മുടെ ബോഡിക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സർവീസിംഗ് ആണ്. നമ്മളൊരു മെഷീൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു കാറാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് സർവീസ് ചെയ്തില്ലെങ്കിൽ അത് പണിമുടക്കും. അപ്പം നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ ബോഡി ഡെയിലി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒട്ടനവധി സ്ട്രെസ്സ് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ നമുക്ക് ടോക്സിൻസ് ഒരുപാട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നു. അപ്പോൾ ഈ ഒരു ടോക്സിൻസിനെ കൃത്യമായിട്ടൊരു ഡീടോക്സിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടൊരു സർവീസിംഗ് ആണ് നമ്മൾ ഈ ആയുർവേദ അല്ലെങ്കിൽ കർക്കിടകത്തിൽ ഒരു മാസക്കാലം നമ്മൾ ആചരിക്കുന്ന കർക്കിടക ചികിത്സ കൊണ്ട് ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഡോക്ടർ, ഇതിനൊരു പ്രത്യേകിച്ചൊരു പ്രായപരിധി വല്ലതുമുണ്ടോ? പ്രായപരിധിയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് അറിയാം, കൊച്ചുകുട്ടികളിൽ നമുക്ക് ചികിത്സകൾ വ്യത്യസ്തമാണ്. അതേപോലെ പ്രായമായ 60-70 വയസ്സ് കഴിഞ്ഞവരിലൊക്കെ നമുക്ക് ഈ ശോധന ചികിത്സകൾ ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് അതിൽ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് വരിക. കുട്ടികളിൽ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നായിരിക്കത്തില്ല നമ്മളൊരു യങ്സ്റ്റർ അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജ് ആളിൽ ഉപയോഗിക്കുന്ന. അതേപോലെ തന്നെ അങ്ങനെയുള്ള മരുന്നായിരിക്കത്തില്ല നമ്മളൊരു ഓൾഡ് ഏജ് എത്തുമ്പോൾ. കാരണം തീക്ഷ്ണമായിട്ടുള്ള ശോധന പ്രക്രിയകളൊക്കെ ഈ കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ 5 ചികിത്സകളിലും വ്യത്യസ്തമുണ്ട്. അപ്പം നസ്യം എന്ന ചികിത്സാക്രമം ഞാൻ പറഞ്ഞു, മൂക്കിലേക്ക് മരുന്നൊഴിക്കുന്ന ഒരു ചികിത്സയായിട്ട് നസ്യം ചെയ്യുമ്പോൾ നമ്മൾ 7 വയസ്സ് മുതൽ 80 വയസ്സ് വരെയാണ് അതിൻ്റെ ഒരു ചികിത്സാ പീരീഡ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ വയറിളക്കുന്ന ചികിത്സയാണെങ്കിൽ 10 വയസ്സിന് ശേഷമാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം വമനം എന്ന ചികിത്സാക്രമം 18 വയസ്സിന് ശേഷമാണ് വമന ചികിത്സ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ രക്തമോക്ഷമാണെങ്കിൽ 16 വയസ്സിന് ശേഷമാണ് ചെയ്യാൻ. അങ്ങനെ ഒരു ടൈം പീരീഡ് ഓരോ ചികിത്സയ്ക്കും പറയുന്നുണ്ട്. പിന്നെ കൂടുതലും നമുക്കിപ്പം രോഗാവസ്ഥ നോക്കിയിട്ട് അല്ലെങ്കിൽ ശോധന ചികിത്സകൾ കുഞ്ഞു പ്രായത്തിൽ വേണ്ടി വരികയാണെങ്കിൽ വളരെ മൃദുവായിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിച്ച് നമുക്ക് വളരെ ലൈറ്റായിട്ട് നമുക്ക് ശോധന ചികിത്സകൾ ചെയ്യാൻ സാധിക്കും. ലേഡീസ് ബാൻഡിൽ ഇനിയൊരു ഇടവേളയാണ്. സമർപ്പിക്കുകയും ചെയ്തിരുന്നു. കോളേജ് ഇത് പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്ര കാലം കഴിഞ്ഞ 72 വർഷമായി നിർമ്മല കോളേജ് പുലർത്തി വന്നിരിക്കുന്ന അതേ നിലപാട് തന്നെ ശക്തവും വ്യക്തവും സുതാര്യവുമായി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുകയാണ്. പ്രസ്തുത ആവശ്യം ഒരു തരത്തിലും അനുവദിക്കേണ്ടില്ല എന്ന തീരുമാനത്തിലും ആണ് കോളേജ് ഇന്ന് നിലനിൽക്കുന്നത്. നിർമ്മല കോളേജ് എന്ന ഈ കലാലയത്തിന് നാളിതുവരെ പൊതുസമൂഹം നൽകി വന്നിരിക്കുന്ന എല്ലാ സഹകരണത്തിനും നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. പ്രസ്തുത വിഷയത്തിന്മേൽ തെറ്റായ പ്രചരണങ്ങളിലൂടെ അനാവശ്യ സ്പർദ്ധ വളർത്തുവാൻ ഇടയാകരുത് എന്ന് വിനയപൂർവ്വം പൊതുസമൂഹത്തോട് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നിർമ്മല കോളേജ് ഓട്ടോണമസ് ഈസ്റ്റ് കോളേജ് നിർമ്മല എന്ന പേരിൽ അറിയപ്പെടുന്നതിന് കാരണം ഇതിന്റെ നിലപാട് ശക്തമാണ്, വ്യക്തമാണ്, സുതാര്യമാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത്ര കേരളത്തിലും അതോടൊപ്പം തന്നെ ഭാരതത്തിന് പുറത്തുമുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയും അന്വേഷിക്കുകയും ഈ അഭിപ്രായം ലേഡീസ് ബാൻഡിലേക്ക് നമ്മൾ മടങ്ങിയെത്തുമ്പോൾ കർക്കിടക ചികിത്സയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ സ്മിത ഗണേശാണ് എനിക്കൊപ്പം ഉള്ളത്. കർക്കിടക ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ ഔഷധ കഞ്ഞി എന്നൊക്കെ പറയാറുണ്ട്. അതേക്കുറിച്ചൊന്ന് പറയാമോ? ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അതോടൊപ്പം ഇപ്പോൾ പൊതുവേ ഈ കിറ്റിലൊക്കെ കിട്ടാറുണ്ട് ഇതിൻ്റെ കൂട്ടുകളെല്ലാം. അങ്ങനെ നമ്മൾ വാങ്ങി വീട്ടിലുണ്ടാക്കി കഴിച്ചാലും മതിയോ?
തീർച്ചയായിട്ടും ഔഷധക്കഞ്ഞി പണ്ട് പാരമ്പര്യമായിട്ട് നൂറ്റാണ്ടുകൾക്ക് മുന്നേ കേരളത്തിൽ നിലനിന്നിരുന്ന അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമുള്ളൊരു പ്രത്യേകതയാണെന്ന് നമുക്ക് പറയാം ഈ കർക്കിടക കഞ്ഞിയുടെ പ്രയോഗങ്ങളൊക്കെ. അതിൽ നമ്മൾ കൂടുതലായിട്ടും ബ്രാൻ കൂടിയ അരികളാണ് ഈ ഒരു കർക്കിടക കഞ്ഞിക്കായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ ഞവരയരി അല്ലെങ്കിൽ ചെന്നല്ലരി പോലെയുള്ള അരികൾ, അതുപോലെ ഇപ്പം ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിലാണെങ്കിൽ നമുക്ക് ഗോതമ്പ് ഉപയോഗിച്ച് വേണമെങ്കിലും കർക്കിടക കഞ്ഞി പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ ന്യൂട്രീഷ്യസ് ആയിട്ട് ചെറുപയർ, ആശാളി, ഉലുവ, ജീരകം പോലെയുള്ള മെഡിസിൻസ് കൂടെ, എള്ള് പോലെയുള്ള മെഡിസിൻസ് ഒക്കെ നമ്മൾ ഈ കർക്കിടക കഞ്ഞിയിൽ കഞ്ഞി വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ഡ്രഗ്സ് കൂടെ ആഡ് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പം വാതഹരമായിട്ട് അല്ലെങ്കിൽ പ്രായമായവർക്കാണ് കർക്കിടക കഞ്ഞി ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ വേദനാഹരമായിട്ട് നമുക്ക് ദശമൂലത്തിൻ്റെ വേര് ഉപയോഗിച്ച് കഷായം വെച്ച് ആ വെള്ളത്തിൽ നമുക്ക് കഞ്ഞി വെച്ച് കഴിക്കാവുന്നതാണ്. അതേപോലെ നമുക്ക് ദഹനത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ കർക്കിടക കഞ്ഞിയുടെ ആ കിറ്റെന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ ഉൾപ്പെടുന്നത് നമുക്ക് ചുക്ക്, അയമോദകം, തിപ്പലി പോലെയുള്ള ദീപനമായിട്ടുള്ള മെഡിസിൻസ് കൂടെ ആഡ് ചെയ്ത്, അല്ലെങ്കിൽ പഞ്ചകോലം, അഷ്ടചൂർണം പോലെയുള്ള ദീപനമായിട്ടുള്ള മെഡിസിൻസ് കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് ഫോർട്ടിഫൈ ചെയ്താണ് എടുക്കുന്നത്. ശരിക്കും വളരെ ഒരു ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ള ഒരു പ്രയോഗമാണ്. അതുപോലെ നമുക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഉപയോഗിച്ച് കുറച്ചുകൂടെ ടേസ്റ്റി ആക്കി എടുക്കാം. കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നെയ്യിനകത്ത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചാലിച്ച് കർക്കിടക കഞ്ഞിയിൽ ചേർക്കാറുണ്ട്. അതേപോലെ വേണമെങ്കിൽ കുട്ടികൾക്ക് കരിപ്പട്ടി ചേർത്ത് നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ടൊക്കെ ഈ കഞ്ഞി, ഇന്ദുപ്പാണ് കൂടുതലായിട്ടും കഞ്ഞിയിൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും ഒരു 7 ദിവസത്തേക്ക് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കർക്കിടക കഞ്ഞി ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു 14 ദിവസക്കാലം, 28 ദിവസക്കാലം ഒക്കെ നമുക്ക് ഈ ഒരു മാസത്തിൽ കഞ്ഞി സേവ, അത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനോടൊപ്പം കഞ്ഞി കൂടെ കഴിക്കുക എന്നുള്ളതല്ല, ഒരു നേരത്തെ ആഹാരം കഞ്ഞിയായിട്ട് തന്നെ ഉപയോഗിക്കുക. അപ്പം രാവിലത്തെ ആഹാരം അല്ലെങ്കിൽ രാത്രിയിലത്തെ ആഹാരം കർക്കിടക കഞ്ഞി മാത്രമായിട്ട് ഉപയോഗിക്കുകയും അങ്ങനെ ആയിട്ടത് ഇപ്പം നമുക്കിപ്പം ഞാൻ ഈ പഞ്ചശോധന ചികിത്സകളെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപക്ഷെ പോയി ചികിത്സകളെല്ലാം തന്നെ ചെയ്യാൻ സാധിക്കണമെന്നില്ല. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് യുക്തമായിട്ടുള്ള അവിപത്തി പോലെയുള്ള മരുന്നുകൾ ഉപയോഗിച്ചൊന്ന് നന്നായിട്ട് വയറിളക്കിയതിന് ശേഷം ഈ ഒരു ടൈം പീരീഡിലേക്ക് നമ്മൾ കർക്കിടക കഞ്ഞി സേവിക്കുന്നത് ഈ ഒരു മാസക്കാലം അല്ലെങ്കിൽ നമുക്കൊരു വർഷക്കാലത്തേക്ക് കിട്ടുന്ന ഒരു ബോണസാണ്, ഒരു ബോണസ് ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടാണ് ആയുർവേദം കർക്കിടക കഞ്ഞിയെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പഞ്ചകർമ്മ ചികിത്സയൊന്നും ചെയ്യാതെ തന്നെ വീട്ടിൽ സാധാരണമായി നമ്മൾ ഈ കഞ്ഞി ഉണ്ടാക്കി കുടിച്ചാൽ കൊണ്ട് മാത്രം തന്നെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും. നമ്മളത് പ്രോപ്പറായിട്ടൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മെഡിസിൻസ് കഴിച്ചൊന്ന് വയറിളക്കിയതിന് ശേഷം ഈ ഒരു മാസക്കാലം കുറച്ച് ചെറിയൊരു ടൈം പീരീഡിലേക്കെങ്കിലും നമുക്കൊന്ന് മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ, കർക്കിടക കഞ്ഞി കഴിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ്. ഒരുപാട് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതേപോലെ ഇമ്മ്യൂണിറ്റിയൊക്കെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഒരു ഹെൽത്തി ആയിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കുന്ന ഒരു ചികിത്സാ പ്രയോഗമാണ് കർക്കിടക കഞ്ഞി. അപ്പോൾ ഡോക്ടറോട് സംശയം, നമ്മൾ ഈ കർക്കിടക കഞ്ഞി കുടിക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഈ കർക്കിടക ചികിത്സയ്ക്ക് വിധേയമാവുകയാണ് എന്നുണ്ടെങ്കിലും പ്രത്യേകമായ ഒരു പഥ്യം ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും. പഥ്യം എന്ന ഒരു വാക്കാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകളെയും ആയുർവേദത്തിൽ നിന്ന് അകറ്റുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം. പഥ്യം എന്നൊരു വാക്കാണ്. കാരണം ആയുർവേദ ചികിത്സ ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായ പഥ്യം ആചരിച്ചേ പറ്റുള്ളൂ, അങ്ങനെ നമ്മൾ പൊതുവേ കേൾക്കാറുണ്ട്. അപ്പോൾ ശരിക്കും അതൊരു കുറേ രീതിയിൽ കറക്റ്റാണ്. കാരണം ഒരു ക്രോണിക് ആയിട്ടുള്ള സ്കിൻ കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് പഥ്യം പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചികിത്സ മുന്നോട്ട് പോകുന്ന ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാൽ തന്നെയും കുറച്ചൊക്കെ അയവുകൾ നമുക്ക് വരുത്താൻ സാധിക്കുന്നതാണ്. അത് കൃത്യമായിട്ട് ഒരു ചികിത്സ നേടുന്ന സമയത്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സിക്കുമ്പോൾ അവർ കൃത്യമായിട്ട് എന്തൊക്കെ നമുക്ക് ആഹാരം കഴിക്കാം എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇപ്പോൾ ഈ പഞ്ചകർമ്മ ചികിത്സ അല്ലെങ്കിൽ കർക്കിടക ചികിത്സ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പഥ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പഞ്ചകർമ്മ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറഞ്ഞിരിക്കുന്നത് എത്ര നാളാണോ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി സമയമാണ് ശരിക്കും പഥ്യമായിട്ടിരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ഇന്നത്തെ ഒരു ഫാസ്റ്റ് ലൈഫ് രീതിയിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാമെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന അത്രയും സമയമെങ്കിലും പ്രോപ്പറായിട്ട് റെസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഒരു ചികിത്സ കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അതിലും പ്രധാനമായിട്ട് നമ്മൾ ഒരുപാട് ദൂരം യാത്ര ചെയ്യുക. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം എടുക്കുന്ന ഒരു പഥ്യ പീരീഡിൽ നമ്മൾ ഒരുപാട് സമയം യാത്ര ചെയ്യാൻ പാടില്ല, ഒരുപാട് രാത്രി ഉറക്കമൊഴിക്കാൻ പാടില്ല, പകൽ കിടന്ന് ഉറങ്ങാൻ പാടില്ല, ഒരുപാട് കട്ടിയുള്ള പില്ലോ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിലെ സെൽസും അല്ലെങ്കിൽ മസിൽസൊക്കെ വളരെയധികം റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. അതേപോലെ കഴിക്കുന്ന ആഹാരങ്ങളിലാണെങ്കിലും അതെ, നമുക്ക് ദഹനത്തിന് എളുപ്പമുള്ള അല്ലെങ്കിൽ വളരെ എളുപ്പം ദഹിക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ ഫോളോ ചെയ്യേണ്ടത് വളരെ ഇപ്പം പൊതുവേ പഥ്യം പറയുമ്പോൾ അറിയാം മാംസാഹാരങ്ങൾ അല്ലെങ്കിൽ മീനും മാംസവും ഒക്കെയാണ് പൊതുവേ നമ്മൾ ഉപേക്ഷിക്കണമെന്ന് അല്ലെങ്കിൽ ആയുർവേദത്തിൽ അതൊരു പൊതുവേ ഉള്ളൊരു കൺസെപ്റ്റാണ്. പക്ഷേ ആയുർവേദം ഒരിക്കലും മാംസാഹാരത്തിനെതിരല്ല. നമുക്ക് ആ ഒരു സമയത്ത് മാംസാഹാരമായിട്ട് കഴിക്കാൻ
കഴിക്കാതെ അത് സൂപ്പായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അത് കുറച്ചും കൂടെ ദഹന വ്യവസ്ഥയെ കറക്റ്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു പഥ്യക്രമം പ്രോപ്പറായിട്ട് ആചരിച്ചാൽ മാത്രമേ നമ്മൾ ഈ കർക്കിടക മാസത്തിലാണെങ്കിലും അല്ലാതെ തന്നെ ചെയ്യുന്ന പഞ്ചകർമ്മ ചികിത്സ കൊണ്ടും പ്രോപ്പറായിട്ടൊരു പഥ്യക്രമം അല്ലെങ്കിൽ ഒരു റെസ്റ്റ് കൂടെ കൊടുത്താൽ മാത്രമേ ചികിത്സയ്ക്ക് പൂർണ്ണമായ ഫലപ്രാപ്തി ലഭിക്കുകയുള്ളൂ. ഡോക്ടർ, അതേപോലെ തന്നെ പൊതുവെ ഉള്ളൊരു സംശയമാണ്, ഈ അമിതവണ്ണം ഇപ്പോൾ ഒരുപാട് ആളുകളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ഈ അമിതവണ്ണമുള്ളവർ ഈ ചികിത്സ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ശാരീരികമായ ഒരു മാറ്റം സംഭവിക്കുമോ എന്നുള്ളത്, അതിന് ഗുണപ്രദമാകുമോ എന്നുള്ളത്? തീർച്ചയായിട്ടും അതൊരു വളരെ നല്ല ചോദ്യമാണ്. കാരണം ഈ അമിതവണ്ണം എന്ന് പറയുന്നത് നമുക്കറിയാം, അതിൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞ ചികിത്സകളെല്ലാം തന്നെ അല്ലെങ്കിൽ എണ്ണയിട്ട് തടവുന്ന സ്നേഹസ്വേദ പ്രക്രിയകളാണ് കൂടുതലായിട്ടും പഞ്ചകർമ്മ ചികിത്സയിൽ വരുന്നത്. അപ്പോൾ അമിതവണ്ണത്തിലേക്ക് നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് ചികിത്സാ രീതി എന്ന് വേണം പറയാൻ. കാരണം ആയുർവേദ ഗ്രന്ഥങ്ങളിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് കാർശ്യമേവ വരം നഹി സ്ഥൂലസ്യ ഭേഷജം എന്നാണ്. അതായത് മെലിഞ്ഞിരിക്കുന്നത് ഒരു വരമാണ്, സ്ഥൂലന് മരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും കാരണം അതിൻ്റെ ഒരു ചികിത്സാക്രമം കുറച്ച് വ്യത്യസ്തമാണ് എന്നുള്ളത് കൊണ്ടാണ്. അതിൽ പ്രധാനമായിട്ട് നമുക്കറിയാം, നമ്മൾ ഡയറ്റിന് കൃത്യമായിട്ട് മരുന്നുകളോടൊപ്പം തന്നെ നമുക്ക് ഡയറ്റിന് വളരെയധികം പ്രാധാന്യം വണ്ണമുള്ള ഒരാൾക്കാണെങ്കിൽ വേണം. അതേപോലെ പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് വേണം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വരണാതി അല്ലെങ്കിൽ ഗുഗുലു പഞ്ചബലം പോലെയുള്ള മരുന്നുകൾ, വൃക്ഷാമ്ലം പോലെയൊക്കെയുള്ള മരുന്നുകൾ നമ്മൾ ഉള്ളിലേക്ക് സേവിച്ച് അത്രയും അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ പഞ്ചകർമ്മ ചികിത്സകൾ. അതിനകത്ത് ചികിത്സയിൽ പ്രധാനമായിട്ടും വരുന്നതെന്ന് വെച്ചാൽ മേധോഹരമായിട്ടുള്ള ചികിത്സയാണ്. ഈ എണ്ണയിട്ട് തടവുന്ന ചികിത്സാ രീതികളെക്കാട്ടിലുപരി നമുക്ക് പൊടിക്കിഴികൾ അല്ലെങ്കിൽ പൊടി ഉപയോഗിച്ച്, ഇപ്പോൾ കോലകുലത്താതി പോലെയുള്ള മേധോഹരമായിട്ടുള്ള ചൂർണങ്ങൾ ഉപയോഗിച്ച് ശരീരത്തിൽ പ്രതിലോമമായിട്ട് തടവുന്ന ഉദ്വർത്തനം എന്ന ചികിത്സാ രീതികളൊക്കെയാണ് കൂടുതലായിട്ടും ഒരു വണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ ഇപ്പം അമിതവണ്ണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ -100 ആണ് നമ്മുടെ ഒരു നോർമൽ ബോഡി വെയ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു BMI ഒരു 30 മുകളിലേക്കൊക്കെ പോകുമ്പോഴാണ് അതൊരു ഒബിസിറ്റി എന്നൊരു കണ്ടീഷനിലേക്ക് പോവുക. അത് മാനേജ് ചെയ്യാനായിട്ട് രോഗിയുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണ് അതിനകത്തൊരു ബുദ്ധിമുട്ടായിട്ട്, അല്ലെങ്കിൽ അമിതവണ്ണം കുറയ്ക്കുന്നത് അത്ര എളുപ്പമല്ല എന്ന് പറയുന്നതിനുള്ള ഒരു റീസൺ. അപ്പോൾ ഡോക്ടർ, ഇപ്പോൾ പൊതുവെ മുട്ടുവേദനയുള്ള ഒരുപാട് പ്രായമുള്ള ആളുകളുണ്ട്. അപ്പം അവർക്കൊക്കെ ഈ ചികിത്സ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വേദനയൊക്കെ കുറയാനും ആ രോഗം ഒന്ന് ശാന്തമാകാനും ഒക്കെ ഗുണപ്രദമാകുമോ? തീർച്ചയായിട്ടും. മുട്ടുവേദന വളരെ എക്സ്റ്റെൻസീവായിട്ട് നമുക്ക് കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ്. മുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സൈനോവിയൽ ജോയിൻ്റ് ആണ്. അത് ഫിമർ, ടിബിയ, ഫിബുല, അതുപോലെ പെറ്റല്ല, ഈ ഒരു 4 ബോൺസ് ചേരുന്ന ഒരു സൈനോവിയൽ ജോയിൻ്റ്, ഒരു കോംപ്ലിക്കേറ്റഡ് ജോയിൻ്റ് ആണ്. ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കാർട്ടിലേജസ് ഉണ്ട്, അതേപോലെ ലിഗമെൻറ്റ്സ് ഉണ്ട്, ACL, MCL, PCL പോലെയുള്ള ലിഗമെൻറ്റ്സ് ഉണ്ട്. ഇതിനോട് കവർ ചെയ്തുകൊണ്ട് മെനിസ്കസ് ഉണ്ട്. അതേപോലെ ഇതെല്ലാം കൂടെ എൻക്ലോസ് ചെയ്യുന്ന ഒരു സൈനോവിയൽ ഫ്ലൂയിഡിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഒട്ടനവധി സ്ട്രക്ചേഴ്സ് ഉള്ള ഒരു ജോയിൻ്റാണ് മുട്ടെന്ന് പറയുന്നത്. അപ്പോൾ മുട്ട് വേദനയ്ക്ക് മുട്ടിൽ നമ്മൾ സാധാരണ നടക്കുമ്പോൾ നമ്മുടെ ശരീരഭാരത്തിൻ്റെ 4 ഇരട്ടി ആണ് മുട്ടിൽ അനുഭവപ്പെടുന്നത്. സ്റ്റെയേഴ്സ് കയറുമ്പോൾ നമുക്ക് 6 ഇരട്ടി ഭാരം മുട്ടിലേക്ക് എത്തുന്നു. ഓടുമ്പോൾ 8 ഇരട്ടി ഭാരമാണ് മുട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു ജോയിൻറ്റിൻ്റെ ഒരു നോർമൽ വെൽബീങ് അല്ലെങ്കിൽ അതിൻ്റെ ജോയിൻറ്റിൻ്റെ ഒരു മസിൽ പവറും ബോൺസിൻ്റെയൊക്കെ ഒരു അവസ്ഥ നോക്കിയിട്ടാണ് എന്ത് തരത്തിലുള്ള മുട്ടുവേദനയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും ഇപ്പം നമുക്ക് കുറേ ദൂരം വഴി നടക്കുകയാണെങ്കിൽ നമുക്കറിയാം നമുക്കൊരു മസിൽ അല്ലെങ്കിൽ മുട്ടിനൊരു വേദന അനുഭവപ്പെടും. ഇത് കൂടുതൽ 2 ദിവസമൊക്കെ റെസ്റ്റ് ചെയ്യുമ്പോൾ മാറാറുണ്ട്. അതൊരു കൂടുതലും മസിൽ സ്പാസം അല്ലെങ്കിൽ മുകളിലും താഴെയുള്ള മസിൽസിനുണ്ടാകുന്ന ഒരു സ്പാസം കൊണ്ടാണ് അങ്ങനെയുള്ള മുട്ടുവേദന ഉണ്ടാകുന്നത്. അതേപോലെ ഇപ്പം മുട്ടിടിച്ച് വീഴുന്ന നീ ഇഞ്ചുറീസിലൊക്കെ ആണെങ്കിൽ ലിഗമെൻസിന് ടയർ ഉണ്ടായിട്ട് അതൊരു ഇനിഷ്യൽ സ്റ്റേജിലുള്ള ടയർ ആണെങ്കിൽ നമുക്ക് ആയുർവേദ ചികിത്സ കൊണ്ട് തന്നെ നമുക്ക് മാറ്റാൻ സാധിക്കും. അതിൻ്റെ ഒരു സ്റ്റേജ് മാറുന്നതനുസരിച്ച് നമുക്ക് ചികിത്സ വ്യത്യസ്തമായിട്ട് വരും. സർജറിയൊക്കെ വേണ്ട കണ്ടീഷൻസിൽ ആ ഒരു ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് തന്നെ ഫോളോ ചെയ്ത് നമുക്ക് സാധിക്കുകയുള്ളൂ. പക്ഷേ ഒരു 50 വയസ്സിന് ശേഷം ഉണ്ടാകുന്ന മുട്ടുവേദന, അതാണൊരു ആർത്രൈറ്റിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഒരു ഡീജനറേറ്റീവ് കണ്ടീഷൻസിലേക്ക് പറയുന്ന മുട്ടുവേദന എന്ന് നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ അത് നമ്മൾ പ്രോപ്പറായിട്ടൊരു എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ MRI സ്കാനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം മുട്ടിൽ ഡീജനറേഷൻ സംഭവിച്ചിട്ടുണ്ട്, സൈനോവിയൽ ഫ്ലൂയിഡിന് ഇടയിലുള്ള ആ ഫ്ലൂയിഡിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയൊക്കെ എത്രത്തോളം ആയിട്ടുണ്ട്, അല്ലെങ്കിൽ 2 ബോൺസും തമ്മിലുള്ള ഫിമറും ടിബിയയും തമ്മിലുള്ള ജോയിൻറ്റ് സ്പേസിൽ റിഡക്ഷൻ സംഭവിക്കുക, അതൊക്കെയാണ് നമ്മൾ എക്സ്റേയിൽ ഒരു ഡീജനറേറ്റീവ് കണ്ടീഷനിൽ കാണുന്നത്. അത് കൂടുതലും അതിനകത്ത് ലക്ഷണങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നതും വ്യത്യസ്തമാണ്. അതിപ്പം വളരെയധികം നീരായിട്ട് അല്ലെങ്കിൽ മുട്ടിന് അനുഭവപ്പെടുന്ന വേദന, പിന്നെ മുട്ട് അനക്കുമ്പോൾ കരകര എന്നുള്ള ശബ്ദം, ക്രെപ്പിറ്റസ് എന്ന് പറയും,
ആ ഒരു കണ്ടീഷൻ ഉണ്ടാവുക. അതേപോലെ അതിൻ്റെ ഒരു ക്രോണിസിറ്റി എത്തുമ്പോഴത്തേക്കാണെങ്കിൽ മുട്ടിന് അസ്ഥികൾക്ക് വളവുണ്ടാവുക, താഴോട്ടുള്ള ബോൺ റാ ഷേപ്പിലൊക്കെ അനുഭവപ്പെടാറുണ്ട്. അതൊക്കെ ഒരു ഡീജനറേറ്റീവ് കണ്ടീഷൻസ് ആണ്. ഇതിൽ ആയുർവേദത്തിൽ നമുക്കൊരു ഡിസ്ക് ഡീജനറേറ്റീവ് കണ്ടീഷൻസ് ഉണ്ടാവുന്ന മുട്ടുവേദനയാണെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധിഗതവാദം എന്നൊരു കണ്ടീഷനാണ് പറയുന്നത്. അതിൽ നമുക്ക് പ്രധാനമായിട്ടും തിക്തരസങ്ങളാണ് കൂടുതലായിട്ടും ഉപയോഗിക്കേണ്ടി വരിക. അതിൽ ഗുഗുലു പഞ്ചബല, ഗുഗുലു തിക്തക കഷായം, ഗുഗുലു തിക്തകൃതം പോലെയുള്ള മരുന്നുകൾ, ഗുഗുലുവിൻ്റെ ഉപയോഗമൊക്കെ കൂടുതലായിട്ട് നമുക്ക് മുട്ടുവേദന കണ്ടീഷനിൽ ഫലപ്രദമായിട്ട് കാണാറുണ്ട്. ഇപ്പോൾ ഒരു പഞ്ചകർമ്മ ചികിത്സയുടെ ഭാഗമായിട്ട് വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും മുട്ടിൽ നമുക്ക് ഓരോ സ്ഥലങ്ങളിലും എണ്ണ കെട്ടി നിർത്തി ചെയ്യുന്ന ചികിത്സാ രീതികളുണ്ട്. അപ്പോൾ അത് മുട്ടിൻ്റെ ലൂബ്രിക്കേഷൻസ് ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട്, അതായത് പൂർണ്ണമായും നീർക്കെട്ടൊക്കെ മാറി നീരൊന്നും ഒട്ടുമില്ലാത്ത സാഹചര്യങ്ങൾ. നമ്മൾ എപ്പോഴും ഒ പിയിൽ കാണുന്ന ഒരു പ്രധാന കംപ്ലൈൻ്റാണ്, എനിക്ക് മുട്ടുവേദനയാണ് ഡോക്ടർ, ഇച്ചിരി തൈലം തരുമോ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ തൈലം എടുത്ത് പുരട്ടിയപ്പോൾ എനിക്ക് നല്ല ആശ്വാസം കിട്ടി. അതൊരു ശരിക്കും ഒരു മിസ്കൺസെപ്റ്റാണ്. കാരണം മിക്കവാറും ഒരു മുട്ടുവേദനയായിട്ടൊരു രോഗി പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിലൊരു നീർക്കെട്ട് അല്ലെങ്കിൽ എഡിമാറ്റസ് ആയിരിക്കാം. അങ്ങനെ നേരുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ എണ്ണ തേക്കുകയാണെങ്കിൽ ഇത് വർദ്ധിക്കുകയേ ഉള്ളൂ. തൽക്കാലം ഒരു ആശ്വാസം ലഭിച്ചാൽ പോലും ആത്യന്തികമായിട്ട് ആ മുട്ടുവേദന ഒരു ക്രോണിസിറ്റിയിലേക്ക് പോവുകയാണ് ചെയ്യുക. അതുകൊണ്ടൊരു കൃത്യമായിട്ടൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മുട്ടിലേക്ക് നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുക. അപ്പം ഞാൻ ട്രീറ്റ്മെൻറ്റ് പഞ്ചകർമ്മ ചികിത്സയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ മുട്ടിൽ എണ്ണ കെട്ടി നിർത്തുന്ന അല്ലെങ്കിൽ ഉഴുന്നുമാവ് കൊണ്ടൊരു തടം ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് മുട്ടിൽ എണ്ണ കെട്ടി നിർത്തുന്ന പ്രോപ്പറായിട്ട് നമുക്ക് ആവശ്യമുള്ള നാരായണ തൈലം അല്ലെങ്കിൽ ചിഞ്ചാതി തൈലം പോലെയുള്ള മരുന്നുകൾ, മുറിവെണ്ണ ഒക്കെ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് മുട്ടിൽ എണ്ണ കെട്ടി നിർത്തുന്ന ഒരു ജാനുവസ്തി എന്ന് പറയുന്ന ഒരു ചികിത്സാക്രമം വളരെ ഇഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ ആ ഒരു മുട്ടുവേദന കണ്ടീഷൻസിൽ, ഡിജനറേറ്റീവായിട്ടുള്ള കണ്ടീഷൻസിലൊക്കെ വളരെ ഫലപ്രദമായിട്ട് കാണാറുണ്ട്. അതേപോലെ നമുക്ക് ക്ഷീരവസ്തികൾ, ഞാൻ നേരെ വസ്തി പ്രയോഗങ്ങൾ പറഞ്ഞു, അത് കുറച്ചുകൂടെ ഫോർട്ടിഫൈഡ് ആയിട്ട് മരുന്ന് അല്ലെങ്കിൽ തിക്തരസത്തിന് പ്രാധാന്യമുള്ള മരുന്നുകൾ നമ്മൾ ഏനൽ മാർഗേന ട്രീറ്റ്മെൻറ്റുകളൊപ്പം തന്നെ ക്ഷീരവസ്തി കൂടെ പ്രയോഗിക്കുന്നതുമൊക്കെ മുട്ടുവേദന കണ്ടീഷൻസിൽ വളരെ ഫലപ്രദമായിട്ട് ഉള്ളൊരു ചികിത്സാ രീതിയാണ്. ഡോക്ടർ, മറ്റൊന്ന്, ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം ആളുകളും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരായിരിക്കും. ഒന്ന് ഷുഗറിന് അല്ലെങ്കിൽ കൊളസ്ട്രോളിന്, പ്രഷറിന്. അത് കൂടുതലും ചിലപ്പോൾ ആളുകൾ അലോപ്പതിയോ ചിലർ ഹോമിയോപ്പതി ഒക്കെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ ഈ കർക്കിടക ചികിത്സ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പം ഒന്നും തന്നെയില്ല. ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് നമ്മൾ ആ രോഗിയുടെ അവസ്ഥ അല്ലെങ്കിൽ കണ്ടീഷൻ കൂടെ ഞാൻ പ്രത്യേകം പറഞ്ഞു, നമ്മൾ ഒരാൾ ചെയ്യുന്ന ചികിത്സയല്ല അടുത്തൊരാൾക്ക് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത്. തികച്ചും വ്യക്തിഗതമായിട്ടുള്ളൊരു ശാസ്ത്രമാണ് ആയുർവേദം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരുടെയും രോഗത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി അല്ലെങ്കിൽ അലോപ്പതി മരുന്നുകളൊക്കെ കഴിക്കുന്നതിനൊപ്പം തന്നെ മെഡിസിൻസ് ഇൻടേക്ക് ചെയ്യുന്നത്, അപ്പോൾ ഒരുമിച്ച് കഴിക്കാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ ഒരു അതിൻ്റെ സമയമൊക്കെ നമ്മൾ ക്രമീകരിച്ച് കൃത്യമായിട്ട് സമയത്ത് ഏതൊക്കെ സമയത്ത് നമ്മുടെ മരുന്നുകൾ കഴിക്കാം എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നെയാണ് നമ്മൾ ചികിത്സ ഫോളോ ചെയ്യുന്നത്. ജീവിതശൈലി രോഗങ്ങളുള്ളവർക്കും നമ്മൾ പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്നത് അല്ലെങ്കിൽ കർക്കിടക മാസത്തിലെ ചികിത്സ ചെയ്യുന്നത് കൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാകത്തില്ല. ഒരു നോർമൽ വെൽബീയിങ്ങിന് വളരെ നന്നായിട്ട് സഹായിക്കുക തന്നെ ചെയ്യുകയുള്ളൂ. തീർച്ചയായും ഡോക്ടർ, വ്യക്തമാണ്. എന്തായാലും നമ്മുടെ ലേഡീസ് ബാൻഡിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് കർക്കിടക ചികിത്സയെക്കുറിച്ചാണ്, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടിയുമായി എത്തിയത് കൊല്ലം കുമ്മിൽ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ സ്മിത ഗണേശാണ്. വളരെ നന്ദി ഡോക്ടർ ഞങ്ങളോടൊപ്പം ചേർന്നത്. ലേഡീസ് ബാൻഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.